ഹലോ ഫ്രണ്ട്സ്, ഇതിന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ്. നിങ്ങളിതൊന്ന് നോക്കണം. ഇതിൻ്റെ അകത്ത് എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഒരു തീവ്രവാദി കൂടി ജനിച്ചു, പുതിയൊരു തീവ്രവാദി, ജിഹാദിയും എന്നൊക്കെയാണ് ചിലർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളെപ്പോലും വെറുപ്പിൻ്റെ കണ്ണിലൂടെയാണ് കാണുന്നത്. സന ഖാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കുവച്ച വാക്കുകൾ ശരിക്കും ചിന്തിപ്പിക്കേണ്ടതാണ്. തൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന ചില കമൻറ്റുകളെക്കുറിച്ചാണ് താരം വേദനയോടെ സംസാരിച്ചത്. എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഒരു തീവ്രവാദി കൂടി ജനിച്ചു, പുതിയൊരു ജിഹാദിയാണെന്നുമൊക്കെ ചിലർ കമൻറ്റ് ചെയ്തു. എന്തൊരു മോശമാണ്! എന്തുകൊണ്ടാണ് ഇത്രയധികം വിദ്യാഭ്യാസമില്ലാത്ത രീതികൾ ആളുകൾ പെരുമാറുന്നത്? ഇൻസ്റ്റാഗ്രാമിലെ പുതിയ തലമുറ ഇത്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ ഭയം തോന്നുന്നു. നല്ല രീതിയിലൊക്കെ സാധനം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ വായിക്കുന്നവർ അത് കാണാൻ നേരത്ത് അവർ എപ്പോഴും സമാധാനത്തോടു കൂടി സ്നേഹത്തോടെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണല്ലോ. എന്തിനാണ് ഇങ്ങനെ മോശമായിട്ട് ഈ ഒരു വർഗത്തെ അഥവാ ഈ ഒരു വിഭാഗത്തെ കാണുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് ഈ ഫോട്ടോ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഈ ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് ഇവർ തീവ്രമായിട്ട് ഇവരുടെ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അത് അവരുടെ വസ്ത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്പർ 2, നിങ്ങൾ ആ വ്യക്തിയെ ശ്രദ്ധിച്ചോ? അതായത് ആ സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള വ്യക്തിയെ. ആ അയാളുടെ മീശ വടിച്ച് താടിയാണ് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അയാൾ വളരെ ഡീപ്പായിട്ട് അയാളുടെ മതം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അയാൾ പുറമേ എന്തൊക്കെ നല്ലത് പറയാൻ ശ്രമിച്ചാലും, എന്തൊക്കെ ആക്ട് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഫലിപ്പിക്കാൻ ശ്രമിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ തീവ്രമായിട്ട് ഒരു ഇസ്ലാമിക ചിന്താഗതിക്കാരനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക, എന്താണ് ഇസ്ലാമിക ചിന്താഗതിക്കാരനായി കഴിഞ്ഞാൽ കുഴപ്പം? അയാൾക്ക് അയാളുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമില്ലേ? പക്ഷേ അതിൻ്റെ അകത്തൊരു കുഴപ്പമുണ്ട്. ഇവർ ഈ ഒരേ സമയം ഈ 2 വള്ളത്തേലും കാല് വെക്കുക എന്ന് നമ്മൾ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അതായത് ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അതിനെ ജിഹാദി എന്ന് വിളിച്ച് നിങ്ങൾ മോശക്കാരനാക്കുവാണോ എന്ന് ചിന്തിക്കുന്ന ഒരു സെറ്റപ്പ്. സ്വാഭാവികമായിട്ടും ഒരു അച്ഛൻ അവൻ്റെ സ്വന്തം പാതയിൽ തന്നെയായിരിക്കും വളർന്നു വരുന്ന കൊച്ചിനെയും വളർത്തിക്കൊണ്ട് വരുന്നത്. അവൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് തന്നെയായിരിക്കും കൊച്ചിനെയും പഠിപ്പിക്കുന്നത്. ഒന്നും വേണ്ട. ആ കൊച്ചു വളർന്നു വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ഏത് മതത്തിലാണോ അവൻ വളർന്നത് അതിൻ്റെ ഗ്രന്ഥം അവൻ എന്തായാലും വായിക്കാനും പഠിക്കാനും അവൻ ശ്രമിക്കുമല്ലോ. ആ ഗ്രന്ഥത്തിൽ എന്താ ഉള്ളതെന്നും കൂടി നമ്മളൊന്ന് നോക്കണ്ടേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് നോക്ക്, ഇത് ഇവരുടെ തന്നെ സൂറ തൗബത്തിൻ്റെ അകത്തുള്ളത് ആയ 5 ആണ്. അതിൻ്റെ അകത്ത് എന്താ എഴുതിയേക്കണത് എന്ന് നോക്കുക. അതായത് when the sacred months have passed, then kill the polytheists wherever you find them and capture them and besiege them and sit in wait for them at place of ambush. But if they could repent, establish prayer and give zakat. അതായത് ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ളവരെ നിങ്ങൾ എവിടെ വെച്ചാണോ കാണുന്നത് അവിടെ വെച്ച് തീർത്തോളുക എന്നാണ് ഇവരുടെ ആയക്കകത്തുള്ളത്. ഈ വളർന്നു വരുന്ന കൊച്ച് ഈ ആയ വായിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അത് തന്നെയല്ലേ ഫോളോ ചെയ്യുന്നത്. ഇത് അവരുടെ തന്നെ വേറൊരു ഇതുപോലെ തന്നെയുള്ള അടുത്തൊരു ആയ. ഇതും സൂറ മൈദക്കകത്തുള്ളതാണ്. ആയ 33 Indeed, the penalty for those who wage war against Allah and His Messenger and strive upon earth, corruption is none but that they be killed or crucified, or that their hands and feet be cut off from the opposite areas, or that they be exiled from the land. അതായത് ആ ബഹുദൈവ വിശ്വാസികളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൈയും കാലും ഇരുവശങ്ങളിൽ നിന്നും വെട്ടിക്കളയുക. ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പണ്ടൊന്ന് ചെയ്തതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജോസഫ് മാഷിൻ്റെ ഇതേ മതം ഫോളോ ചെയ്ത് വളർന്നു വരുന്നൊരു കുഞ്ഞ് അത് ഇതേ രീതിയിൽ ഒരു ജിഹാദിയാണ് എന്ന് കാണുന്നവർ പറയുന്നതിൻ്റെ അകത്ത് എന്താ തെറ്റ്? അവർ ശരിക്കും പറഞ്ഞാൽ സത്യമല്ലേ പറഞ്ഞത്. പക്ഷേ അത് ആ സത്യം പറയുമ്പോഴേക്കും ഈ ഇവറ്റകൾക്ക് കുരുപൊട്ടേണ്ട കാര്യമില്ലല്ലോ ശരിക്കും.